സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് പലതരത്തിൽ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുക. അപ്പം നമ്മളതെല്ലാം കൂടി നോക്കിയിട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഞാനും പണ്ട് പോയിട്ട് 96-ൽ NSY സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നോട് എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞു, KPC പ്രസിഡന്റിനോടും അന്നത്തെ CLP ലീഡറോടും, ഒന്ന് C വയലാർ രവി, C K കരുണാകരനാണ്, അതുപോലെ AK ആന്റണി, ഞാൻ ആ 3 പേരോടും പോയി പറഞ്ഞു എനിക്ക് സീറ്റ് കിട്ടിയാൽ മത്സരിക്കാമെന്ന് പറഞ്ഞു. ഒരു തരത്തിൽ സമ്മർദ്ദമല്ലേ? ഞാൻ സമ്മർദ്ദം ചെലുത്തിയ ആളാണ്. പിന്നെ ആരും സമ്മർദ്ദം ചെലുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് സീറ്റ് കിട്ടിയാൽ ഞാൻ ജയിക്കാം, ഞാൻ മത്സരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട് 30 കൊല്ലം മുമ്പ്. മനസ്സിലായില്ലേ? അതിനൊക്കെ എന്താണ് തെറ്റ്? എല്ലാ പാർട്ടിയിലും ഇല്ലേ? പല പാർട്ടിയിലും ഇപ്പോൾ സീറ്റ് കിട്ടാതിൻ്റെ ആളുകൾ പുറത്തിറങ്ങണ കണ്ട. പണ്ട് കോൺഗ്രസിലൊക്കെ മാത്രമേ UDFിലൊക്കെ ഉള്ളൂ, ഇപ്പം അതൊന്നും അല്ല. നിങ്ങളെ കുറച്ചുകൂടി റെഡി ആയിട്ടിരിക്കുക, കുറച്ചുകൂടി വിസ്മയങ്ങൾ കാണാം. മത്സരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ മത്സരിക്കുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കും. VD സതീശൻ മത്സരിക്കണമെന്ന് ആര് KPC പ്രസിഡന്റ് പറഞ്ഞല്ലോ, ആരും സ്വയം സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കണ്ട. പാർട്ടി തീരുമാനിക്കുന്നവരാണ് സ്ഥാനാർത്ഥികൾ. അതിന്റെ അപ്പുറത്തോട്ട് ആരും പോകണ്ട. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ അതൊക്കെ തീരുമാനിക്കുമല്ലോ. UDF തീരുമാനിക്കട്ടെ. ഞങ്ങളൊന്ന് അനുവദിക്കുക. നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥികളെ കിട്ടാതാവുമ്പോൾ നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാക്കുക. ഓരോ ചാനലിലും ഓരോ സ്ഥാനാർത്ഥിയാണ് ഓരോ നിയോജകമണ്ഡലത്തിൽ. എന്നിട്ട് അത് കിട്ടാത്ത ആളുടെ അടുത്ത് പോയിട്ട് നോക്കും, മറ്റേ ആളാണ് സ്ഥാനാർത്ഥി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ അയാൾക്ക് വിഷമമായിട്ട് അയാൾ എന്തെങ്കിലും പറയും. അല്ല, അതൊക്കെ നേരത്തെ എത്ര പ്രാവശ്യം പറഞ്ഞത്? അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഹൈക്കമാൻഡാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. കാരണം MPമാരെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, പാർലമെന്റിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെ ഇങ്ങോട്ട് മത്സരിക്കാൻ അയക്കണമെന്ന് തീരുമാനിക്കുന്നത് AICCയുടെ ദേശീയ നേതൃത്വം. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു തീരുമാനം എടുത്ത് പറഞ്ഞേനെ. ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല, ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമല്ല. AICC നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യം. രാഹുൽ സമ്മർദ്ദം ചെലുത്തി, ബ്ലാക്ക് മെയിൽ ചെയ്ത്, ഭീഷണിപ്പെടുത്തി സീറ്റ് വാങ്ങിയതാണോ എന്നാണ് മാപ്രയുടെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് VD സതീശൻ്റെ വാക്കുകളിൽ നിന്ന് വന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്, ഞാൻ മത്സരിച്ചാൽ വിജയിക്കും, എന്നെ മത്സരിപ്പിക്കണം എന്നൊക്കെ എല്ലാവരോടും പറയുന്നതാ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എൻ്റെ ഈ സമ്മർദ്ദം ചെലുത്തിയാലും ഇല്ലെങ്കിലും രാഹുൽ അതിന് അർഹനാണ്. ഇനി രാഹുൽ തന്നെ മത്സരിപ്പിക്കില്ല എന്നുള്ള ഒരു വാർത്തകൾ പരക്കുമ്പോൾ നേതൃത്വത്തോട് പോയിട്ട് തന്നെ മത്സരിപ്പിക്കണം, താൻ അതിന് തയ്യാറാണ് എന്ന് പറയേണ്ട ബാധ്യത രാഹുലിനുണ്ട്. പാലക്കാട്ടെ ജനം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇവർക്കെന്താ ഇത്ര വലിയ കഴപ്പ് എന്നാ? കേരളത്തിലെ ഈ മാപ്രകൾക്ക് എന്താണ് ഇത്ര വലിയ കഴപ്പ്? കേരളത്തിലെ വേശ്യ മാപ്രകൾക്ക് എന്താണ് ഇത്ര വലിയ കഴപ്പ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവരുടെ വീട്ടിൽ പോയിട്ട് ഒരു നേരത്തെ ചോറ് തരുമെന്നാണോ ചോദിച്ചത് രാഹുൽ? അല്ലല്ലോ. ഇവരുടെ ആരുടെങ്കിലും വീട്ടിൽ പോയോ? രാഹുൽ തൻ്റെ കാര്യം പാർട്ടിയോടല്ല പറഞ്ഞിരിക്കുന്നത്. അയാൾ സമ്മർദ്ദം ചെലുത്തുകയോ അയാൾ ആവശ്യപ്പെടുകയോ അയാൾ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, നിങ്ങൾക്കെന്താടോ? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കേണ്ട, നിങ്ങളെ പ്രശ്നം എന്താണ്? കേരളത്തിലെ ഈ വേശ്യ മാധ്യമങ്ങളുടെ പ്രശ്നം എന്താണ്? ഇത്രമാത്രം അസഹിഷ്ണുത നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം? രാഹുൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കുഴപ്പം എന്താ? നിങ്ങളുടെ ആരുടെയും നെഞ്ചത്ത് വന്നിട്ടൊന്നുമല്ലല്ലോ രാഹുൽ മത്സരിക്കുന്നത് പാലക്കാട്ടല്ലേ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? സ്വാഭാവികമായിട്ടും നമ്മളെ അച്ഛനമ്മമാരോട് നമ്മൾ ആവശ്യപ്പെടാറില്ലേ? നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ പങ്കാളികളോട്, നമ്മുടെ ഭർത്താവിനോട് ഒക്കെ നമ്മൾ ആവശ്യപ്പെടാറില്ലേ? നമ്മളെ മക്കളോട് നമ്മൾ ആവശ്യപ്പെടാറില്ലേ? ഒരു പാർട്ടി നേതൃത്വത്തോട് രാഹുൽ ആവശ്യപ്പെടുന്നതിൽ എന്താ ഇത്ര കുഴപ്പമോ? അപ്പോഴേക്കും രാഹുൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സമ്മർദ്ദം, അതിനെ ഭീഷണി, അതിനെ ബ്ലാക്ക് മെയില്. എവിടുന്നാണോ നീയൊക്കെ വരുന്നത് രാവിലെ തന്നെ കുറ്റിയും പറിച്ചിട്ട്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തൊരു വല്ലാത്തൊരു അസഹിഷ്ണുതയാ, വല്ലാത്തൊരു കുരുപൊട്ടലാണ്. ഇവര് രാഹുലിനെ എന്തോ പാതാളത്തിലേക്ക് ചവിട്ടി താത്തും തീരുമാനിച്ചു. പക്ഷെ അത് നടന്നില്ല എന്ന് കാണുമ്പോൾ വല്ലാത്തൊരു കുരുപൊട്ടൽ. ഞാൻ ആദ്യമായിട്ട് കാണുക ഇങ്ങനെയും കുറെ മനുഷ്യന്മാർ. എന്നിട്ട് പേരെന്താ? മാപ്ര. മാപ്പൂ എന്ന് ഒരാൾ പറയുന്നുണ്ട്. ആര്? മണിയമ്പ്ര പുരുഷു. ഇത് അല്ല, മാപ്പൂ അല്ല, ഇത് മാപ്രയാണ്. മാപ്പൂ എന്ന് പറഞ്ഞാൽ മണിയമ്പ്ര പുരുഷു എന്നാട്ടാ. വേറെ അർത്ഥങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട. മാപ്പൂ, മണിയമ്പ്ര പുരുഷു, അത് ആരാ പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മാപ്പൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഇനി അതിന് ഒരു അബ്രിവേഷൻസ് ഉണ്ടാക്കി എടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഈ കേരളത്തിലെ മാപ്രകൾക്ക് വലിയ ഒരു വെപ്രാളെന്നേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുകയാണ്. ഇപ്പോൾ രാഹുൽ പ്രത്യേകിച്ച് പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് മുതൽ അല്ലേ, രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തുന്നു, ഈ സ്മൈൽ ഭവന പദ്ധതിയുടെ കൈമാറ്റം ഉണ്ടാകുന്നു, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 5ലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതൊരു ഭാഗത്ത് നടക്കുന്നു. രാഹുൽ ജനങ്ങളെ കാണുന്നു. രാഹുൽ പിരായിരിയിൽ, മാത്തൂരിൽ, കണ്ണാടിയിൽ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ രാഹുൽ സന്ദർശനങ്ങൾ നടത്തുന്നു. എല്ലായിടത്തും രാഹുൽ പോകുന്നു. വലിയ പിന്തുണ രാഹുലിന് ലഭിക്കുന്നു. രാഹുൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നു. ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. കരഞ്ഞും വികാരനിർഭരരായിക്കൊണ്ട് രാഹുലിനെ കാണാൻ ആളുകൾ എത്തുന്നു. അവർ വലിയ സങ്കടങ്ങൾ രാഹുലുമായിട്ട്, സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ പേഴ്സണൽ സങ്കടങ്ങളല്ല, അവർ രാഹുലിനെതിരെ നടന്നിരിക്കുന്ന വേട്ടയാടലുകൾ, രാഹുലിനെതിരെ നടന്നിരിക്കുന്ന മാധ്യമ വിചാരണയിൽ രാഹുലിനെ ക്രൂരനാക്കാനും അയാളെ ലൈംഗിക വൈകൃതമുള്ളവനാക്കാനും ശ്രമിച്ച മാപ്രകൾക്കെതിരെ അവരുടെ പ്രവർത്തികളിൽ മനംനൊന്ത് അവർ രാഹുലിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ മാപ്രകൾക്ക് കുരുപൊട്ടുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ഇവരെന്താ ചോദിക്കുന്നത്? രാഹുൽ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ രാഹുൽ ഭീഷണിപ്പെടുത്തി നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥിത്വം വാങ്ങിയെടുത്തതാണോ എന്ന് ചോദിക്കുന്നത്. അവിടെ ഇവനൊക്കെ ഇവൻ്റെ വീട്ടിലെ ഭാര്യയോട്, അമ്മയോട്, അച്ഛനോടൊക്കെ കാണിക്കുന്ന സ്വഭാവം അങ്ങനെയാണെന്ന് കരുതിയിട്ട് ഇവൻ കാര്യങ്ങൾ ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് വീഴ്ത്തി കുടുക്കി ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ കേരളത്തിലെ മാപ്രകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ രാഹുൽ അങ്ങനെയാണെന്ന് നിങ്ങൾ കണക്കൂടണ്ട. സ്വാഭാവികമായിട്ടും എല്ലാവരും നമ്മൾ എന്തിനധികം ഒരു സ്കൂളിൽ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഈ എന്നെ തിരഞ്ഞെടുത്താലെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരുത്തിന് നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ? നമ്മളൊന്ന് ആലോചിക്കുക. ഇനി ഒരു പടി കൂടി കടന്ന് കോളേജുകളിലൊക്കെ പോയവരാണെങ്കിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു വരുന്നത് രാഹുൽ ചോദിക്കുന്നത് രാഹുൽ ജീവനോളം സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തോട്, അയാൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തോടാണ് അയാൾ ചോദിക്കുന്നത്. അതിൽ കേരളത്തിലെ മാപ്രകൾക്ക് യാതൊരുവിധ അർഹതയുമില്ല. നിങ്ങളുടെ ആരുടെയും അച്ചി വീട്ടിൽ വന്നിട്ടോ നിങ്ങളുടെ ആരുടെയും തറവാട് സ്വത്തിൽ നിന്ന് പകുതി ഇങ്ങോട്ട് എഴുതിത്താട്ട് എന്നൊന്നല്ല രാഹുൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആർക്കും കുരുപൊട്ടണ്ട. നിങ്ങൾക്ക് വലിയ വേദനയുണ്ടെന്നറിയാം, എസ്പെഷ്യലി രാഹുൽ മത്സരിക്കുമ്പോൾ, എസ്പെഷ്യലി UDF അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാവുമ്പോൾ നിങ്ങൾക്ക് വലിയ കുരുപൊട്ടലുണ്ട്. കാരണം എന്താ? അതിന് പല കാരണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ആളുകൾക്ക് ഈ ബെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട. അത് ഇവരാരും പുറത്ത് പറയില്ല. അതങ്ങനെയാണ്. കാരണം എന്താണ്? ഈ ബെടക്കാക്കിയാലേ തനിക്കാവുള്ളൂ എന്നുള്ളതറിയാം. അത് ആരാധനയാലയാണെങ്കിലും ശരി, സ്ത്രീകളാണെങ്കിലും ശരി, എന്ത് വിഷയമാണെങ്കിലും ബെടക്കാക്കണം, അപ്പോഴും തനിക്കാകും. അത് ഒരു കമ്മ്യൂണിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പറയുന്ന ആളുകൾക്ക്, ഈ കമ്മ്യൂണിസവും ഇതിൻ്റെ ആശയവും പ്രത്യയശാസ്ത്രവും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എല്ലാം ബെടക്കാക്കണം. എന്നാൽ എന്ന് പറഞ്ഞാൽ ഒന്നിനെ മോശമാക്കിയിട്ട് അതിനെ തനിക്കാക്കുക എന്നാൽ തന്നെ സ്വന്തമാക്കുക എന്നല്ല, തനിക്കും കൂടി യൂസ് ചെയ്യാൻ പാകത്തിനാക്കിയെടുക്കുക. ഏത് യൂസ് ആൻഡ് ത്രോയിലെ യൂസ്. അത് പ്രത്യേകം പറയാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് നവോത്ഥാനമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ഇന്നെന്താ പറയുന്നത്? അത് വേണ്ട എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഇവർ സ്ത്രീകളെ അതുപോലെയാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഇവർക്കെല്ലാവർക്കും യൂസ് ചെയ്യണം. അപ്പം അതിനെന്ത് വേണം? അതിന് മതമുണ്ടാകാൻ പാടില്ല, വിശ്വാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാം എന്താണ്? ഭൗതിക പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഭൗതിക ഉപകരണങ്ങൾ മാത്രമാണ് എല്ലാം. അതുകൊണ്ടാണ് മാക്സിമം ബെടക്കാക്കി തനിക്കാക്കുക. ഒരു നേരെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും തകർക്കുക, എന്നിട്ട് അതിൽ തനിക്ക് ആവശ്യമുള്ളതിനെ ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, ഏത് യൂസ് ആൻഡ് ത്രോ എന്നുള്ള യൂസിലേക്ക് വേണ്ടി എത്തിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് കേരളത്തിലെ മാപ്രകളുടെ ഒരു രീതിയാണ്. അപ്പോൾ മാപ്രകൾക്കും ഇതേ രീതിയാണ്. അവർക്ക്
തനിക്കാക്കണം, ബെഡക്കാക്കിയിട്ട് തനിക്കാക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിത്വം ഒക്കെ വലിയ തിരിച്ചടിയാണ്. കാരണം എന്താ, രാഹുൽ മാങ്കൂട്ടത്തിലെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പല അജണ്ടകളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പം എന്താ ലാസ്റ്റ് സംഭവിക്കുന്നത്, അജണ്ടകളൊക്കെ വേണ്ട വിധത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടപ്പിലാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അജണ്ട നടപ്പിലാക്കി, പക്ഷെ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യൻ്റ് ഡെഡ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഓപ്പറേഷൻ എന്തൊക്കെ വളരെ കൃത്യമായിട്ട്, ശസ്ത്രക്രിയയൊക്കെ വളരെ കൃത്യമായിട്ട് വിജയകരമായിട്ട് അവസാനിപ്പിച്ചു. പക്ഷേ എന്താ അവസ്ഥ, പേഷ്യൻ്റ് മരിച്ചുപോയി. ഇതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരിക്കുന്ന അജണ്ടകളുടെ അവസ്ഥ. അജണ്ടയൊക്കെ നടപ്പിലാക്കി, പക്ഷെ രാഹുൽ പാതാളത്തിലേക്ക് താഴ്ന്നില്ല എന്ന് മാത്രമല്ല, അയാൾ പാലക്കാട് മത്സരിക്കാൻ പോവുക. ആരാ സീറ്റ് നൽകുന്നത്? കോൺഗ്രസ് സീറ്റ് നൽകുന്നു. കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ പോവുക. അപ്പം എന്താ ഒരു വഴി, എങ്ങനെയെങ്കിലും തിരിപ്പുണ്ടാക്കണം. അപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ്, രാഹുൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് സീറ്റ് വാങ്ങിച്ചെടുത്തതാണോ? ദാ ഒരു നോക്ക്, ഒരു ചോദ്യം നോക്ക് നിങ്ങൾ. വല്ലാത്തൊരവസ്ഥയല്ലേ, ഒരു ഗതികേടാണിത്. കാരണം എന്താ, ഈ വേട്ടയുമായി ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്ക് ഒരു കാര്യം വ്യക്ത, രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചാൽ അയാൾ പാട്ടും പാടി വിജയിക്കും. അപ്പോൾ ഇയാൾ വിജയിച്ചാൽ എന്താ പ്രശ്നം, വിജയിച്ചാൽ ഈ നടത്തിയ വേട്ടയാടലുകളൊക്കെ എന്തായി, വൃഥാവിലായി, വെള്ളത്തിൽ വളിയിട്ടതുപോലെയായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വെള്ളം കോരി, വൈകുന്നേരമായിട്ട് തൊട്ടി മുകളിലെത്തി നോക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്, ഓട്ടത്തൊട്ടിയിലാണ് വെള്ളം കോരിയതെന്ന്. അതുപോലെയായി ഇപ്പോൾ രാഹുലിൻ്റെ അവസ്ഥ. അജണ്ടകളൊക്കെ നടപ്പിലാക്കി, പക്ഷെ എന്ത് പറ്റി, രാഹുൽ പാതാളത്തിലേക്ക് താഴ്ന്നു പോയില്ലെന്ന് മാത്രമല്ല, രാഹുൽ പാലക്കാട് തിരിച്ചെത്തരുത് എന്ന് ഇവർ കരുതി. പക്ഷെ രാഹുൽ പാലക്കാട് തിരിച്ചെത്തി. രാഹുൽ മത്സരിക്കരുത് എന്ന് ഇവർ കരുതി. രാഹുൽ മത്സരിക്കാൻ തിരിച്ചെത്തി പാലക്കാട്. രാഹുൽ പ്രചരണങ്ങൾ തുടങ്ങി, രാഹുൽ പര്യടനങ്ങൾ തുടങ്ങി. രാഹുൽ വലിയ അർത്ഥത്തിൽ പാലക്കാട് ആക്റ്റീവ് ആകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത്, രാഹുലിൻ്റെ വിജയം കാണേണ്ടി വരും. അപ്പം എന്താ, ഇതിലും വലിയ കുരുപൊട്ടലുകൾ ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് രാഹുൽ വീണില്ല, അയാളെ വീഴ്ത്താൻ സാധിച്ചില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇത്തരത്തിൽ കുരുപൊട്ടലുകൾ. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുക, രാഹുൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തി സീറ്റ് പിടിച്ചു വാങ്ങിയതല്ലേ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ ഇവൻ്റെ ആരുടെയെങ്കിലും വീട്ടിൽ പോയോ, എന്തെങ്കിലും ചോദിച്ചോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഇവർക്ക് ഇത്ര കുരുപൊട്ടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണെങ്കിലും ഇവറ്റകളെ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തിനാ, രാഹുൽ വിജയിച്ച് കയറുന്ന ദിവസം കരഞ്ഞ് മൂക്കൊലിപ്പിച്ച് അതിങ്ങനെ നക്കി തിന്നാൻ വേണ്ടിയിട്ട്.